ഒരു ആർട്ടിസ്റ്റിന്റെ ഹൃദയം തകരാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ടെന്നറിയാലോ. ഈ ഒരു പണി ചെയ്തു വെച്ചിട്ടുള്ളത് DTDC കൊറിയർ സെന്റർ ആണ് കേട്ടോ. എറണാകുളത്തുള്ള ഒരു റെസിൻ ആർട്ടിസ്റ്റ് ചെയ്ത വർക്കാണിത്. അവരുടെ ബാംഗ്ലൂരിലുള്ള ഒരു കസ്റ്റമറിന് അയച്ചതായിരുന്നു ഇത്. ഈ ഒരു പാക്കിംഗ് കണ്ടാൽ മനസ്സിലാകും, അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ആളിത് പൊതിഞ്ഞ് സെറ്റാക്കി ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. ആളുടെ സംസാരത്തിന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ആൾക്ക് ഒരുപാട് സങ്കടവും ടെൻഷനും ഉണ്ട്. കാരണം ഒരുപാട് എഫേർട്ട് ഇട്ട് ഒരുപാട് കാലം നല്ല എക്സ്പെൻസ് ചെലവാക്കി ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ഫ്രെയിമായിരുന്നു കേട്ടോ. അത് ഏകദേശം ഒരു 4K റേറ്റ് വരുന്നുണ്ടായിരുന്നു അതിന്. അതിനൊക്കെ പുറമെ DTDCക്കാർ ചാർജ് ചെയ്തത് 500 രൂപയോളാണ് കേട്ടോ. എന്തായാലും ആൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നത് ഇത് റീവർക്ക് ചെയ്യാനാണ്. എൻ്റെ വീഡിയോസിന് ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കാന്ന് അറിഞ്ഞപ്പോൾ ആണ് ആൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഫ്രെയിമിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു. അതായത് 2 കഷ്ണമായിട്ടാണ് അത് പോകുന്നത്. പോരാത്തതിന് അതിൽ വെച്ചിട്ടുള്ള അക്രലിക് കട്ടിങ്ങിലാണെങ്കിലും പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ക്രാച്ചും കാര്യമൊക്കെ ആയിട്ട് നല്ല പരുക്കുണ്ടായിരുന്നു കേട്ടോ. ഈ DTDCക്കാർ ഇത് എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തതെന്ന് എനിക്കറിയില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വീണാലേ ഇത് ഇങ്ങനെ ആവുള്ളൂ. ഇനി അവരുടെ കസ്റ്റമറിനാണെങ്കിൽ അത് ഒറ്റ ദിവസം കൊണ്ട് റീവർക്ക് ചെയ്ത് കിട്ടണമായിരുന്നു. കാരണം അവർക്ക് അവരുടെ ഹൗസ് വാമിങ്ങിന് വെക്കാനുള്ളതായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇത് യോജിപ്പിച്ച് തരാം, അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് പുതിയത് ഒരെണ്ണം ഉണ്ടാക്കാന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആൻഡ് ആൾസോ എങ്ങനെ തന്നെ റീവർക്ക് ചെയ്താലും ആ പൊട്ടിയ ലൈന് വിസിബിൾ ആയിരിക്കും എന്നുള്ളത്. അവർക്ക് ഒരുപാട് സജഷൻസ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് അതിലൂടെ ഗോൾഡ് വരക്കാം, നമുക്ക് വൈറ്റ് പാരാം, ബട്ട് എങ്ങനെ തന്നെ നോക്കിയിട്ടും നമുക്കത് ഇൻവിസിബിൾ ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരിക്കലും പറ്റൂല, കാരണം അത് അത്രയും വലിയ പൊട്ടായിരുന്നു. എന്തായാലും ഞാൻ ആദ്യം UV റെസിൻ എടുത്തിട്ട് 2 പൊട്ടും ജോയിൻ ചെയ്തെടുത്തു. പിന്നെ ആ പൊട്ടിയ ഭാഗത്തിൽ സാൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ റെസിൻ ഒഴിച്ചു. ബട്ട് എങ്ങനെ തന്നെയാണെങ്കിലും ചെറുതായിട്ടെങ്കിലും ആ ഒരു ലൈന് വിസിബിൾ ആയിരുന്നു കേട്ടോ. കസ്റ്റമർ വന്നിട്ട് ഫ്രെയിം കൊണ്ടുപോയി. ബട്ട് അവരൊട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം എങ്ങനെ തന്നെയാണെങ്കിലും ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് നമ്മളെ വീടിൻ്റെ മുന്നിൽ ഒരു പൊട്ടിയ ഫ്രെയിം വെക്കാന്ന് പറയുന്നത് നമുക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ബട്ട് പറയാതിരിക്കാൻ വയ്യ, അവർ അത്രയും സ്വീറ്റ് ആയിട്ടുള്ള കസ്റ്റമർ ആയിരുന്നു. ഭയങ്കര അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു. അത്രയും സങ്കടം ഉണ്ടായിട്ട് പോലും അവർ ആ കുട്ടിയെ ചീത്ത വിളിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും നിന്നില്ല. ഞാൻ ചെയ്ത വർക്കിൻ്റെ ക്യാഷ് ആ കുട്ടി എനിക്ക് തന്നു. എങ്ങനെയാണെങ്കിലും ആ ചെയ്ത ആർട്ടിസ്റ്റിനാണെങ്കിലും അത് കൊടുത്ത കസ്റ്റമറിനാണെങ്കിലും ഭയങ്കര നഷ്ടമാണ് വന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ ആകെ ലാഭം കിട്ടിയത് ആ DTDCക്കാർക്കാണ്. അവർക്ക് ക്യാഷും കിട്ടി, സാധനം പൊട്ടിച്ചും കയ്യിൽ കൊടുത്തിട്ടുണ്ട്. DTDCക്കാരുടെ ഇത്തരം കെയർലെസ് ആയിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണാറുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇത്രയും ക്യാഷ് വാങ്ങി ഇത്രയും കെയർലെസ് ആയിട്ട് ഇതൊക്കെ ഡെലിവറി ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അവരുടേത് ഫാസ്റ്റ് ഡെലിവറി ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളെല്ലാവരും അവരെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പണികളും കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.